നിങ്ങൾ സ്ട്രെസ് അടിച്ചിരിക്കുകയാണെങ്കിൽ ഒരു ബുക്കും പെന്നും പെൻസിലും എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നോട്ടോ. സ്ട്രെസ് വേഗം തന്നെ റിലീഫ് ആയി കിട്ടും കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും അൽക്കുരുത്ത് പണികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് റിലീഫ് ആവും എന്ന് പറഞ്ഞാൽ ശരിക്കും സത്യമാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു മടി പിടിച്ചിരിക്കുമായിരുന്നു, എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഇതുപോലത്തെ ബുക്കൊക്കെ എടുത്ത് വന്നിട്ട് പണ്ടൊക്കെ ചെയ്യുമായിരുന്നു ഇതുപോലെ കുറേ വരയും കുത്തൊക്കെ വരച്ച് ഒരു ബുക്ക് നിറയെ ആക്കുമായിരുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് ആ പണി തുടങ്ങി നോക്കിയാലോ. സത്യമായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ, അതായത് എനിക്ക് സമയം പോകുന്നില്ലെങ്കിൽ പോലും ഇതുപോലെ ബുക്കൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇതുപോലത്തെ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചുകൊണ്ടിരുന്നാൽ അങ്ങ് സമയം പോകും, നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് താമരയും മുട്ടും ഒക്കെയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം പെൻസിൽ വെച്ച് ഔട്ട്ലൈൻ കൊടുത്തു. നിങ്ങൾക്ക് പെൻസിൽ വെക്കണമെങ്കിൽ നല്ല കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ വെച്ച് വരക്കണ്ട കേട്ടോ. പെന്ന് വെച്ചിട്ട് ഡയറക്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാം. എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് താമര വരച്ചു. പണ്ടേ എനിക്ക് താമര വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അത് വരച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഓരോ ഇതാണ് ഇതുപോലെ വരച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ചിത്രം അങ്ങോട്ട് കംപ്ലീറ്റ് ആയി. ഇനി കുറച്ച് അലങ്കാരപ്പണികളൂടി ആയാലും നമ്മളെ ചിത്രം അങ്ങോട്ട് കംപ്ലീറ്റ് ആയി. ഇത് കാണുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ ഒന്ന് പറഞ്ഞറിയിക്കേണ്ട. അതായത് ഭംഗി ഉണ്ടെങ്കിൽ മാത്രമേ കാണുമ്പോഴുള്ള സന്തോഷം ഉണ്ടാവും. കൊളായിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ദേഷ്യം വരും, സങ്കടം വരും, മൂഡ് അങ്ങോട്ട് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കാണുമ്പോൾ സന്തോഷമുള്ള ചിത്രം മാത്രം വരച്ചാൽ മതി. അതായത് നമുക്കാവുന്ന പണിക്ക് പോയാൽ മതി എന്നർത്ഥം. അതായത് വലിയ ചിത്രങ്ങളൊന്നും എടുത്തിട്ട് തലയിൽ കയറ്റി വെക്കേണ്ട. കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങൾ ഇതുപോലെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചിത്രം എടുത്തിട്ട് ഇതുപോലത്തെ അൽക്കുലത്ത് പണികളൊക്കെ ചെയ്തിട്ട് ഒന്ന് ഭംഗിയാക്കി എടുക്കുക. സമയവും പോവും, മെൻ്റലി ഓക്കെ ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചിത്രമൊക്കെ വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒരു പെന്നും പെൻസിലും ഇതുപോലത്തെ ഒരു ബുക്കും എടുത്തുകൊണ്ട് വേഗം പോയോ ഇതുപോലെ ചിത്രമൊക്കെ വരച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഹാപ്പി ആയിട്ടിരിക്കാമെന്നേ. അപ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് ഈ ചിത്രത്തിലുള്ളത്. ഞാൻ അതിന് ശേഷം നമ്മൾ ബോർഡറും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കുത്തും വരെയൊക്കെ ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്രത്തിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സി യു.